ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10:30 മുതൽ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളിൽ നിറഞ്ഞു നിന്നത് നരേന്ദ്രമോദിയോ ഇ.പി. ജയരാജനോ കെ.പി. ശശികലയോ മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നുമായിരുന്നില്ല. മിമിക്രിയിലൂടെ വന്ന നടനായും അവതാരകനായും ഒക്കെ ജനമനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രമേശ് പിഷാരടിയായിരുന്നു ട്രോളുകാരുടെ ഇഷ്ടതാരം. മലയാള ടെലിവിഷനിലെ തന്നെ മികച്ച പരിപാടികളിലൊന്നായ ബഡായി ബംഗ്ലാവിലെ അവതാരകനായിരുന്നു മിമിക്രിയിലൂടെ എത്തി സിനിമയിൽ കോമഡിക്ക് പുതുഭാഷ്യം ചമച്ച പിഷാരടി. ഒക്ടോബർ 16 മോഹൻലാൽ അതിഥിയായെത്തിയ സ്പെഷ്യൽ എപ്പിസോഡിൽ പിഷാരടിക്ക് പകരം പരിപാടി അവതരിപ്പിക്കാനെത്തിയത് മറ്റൊരാളായിരുന്നു. പതിവ് നിലവാരം പുലർത്താൻ ഷോയ്ക്ക് കഴിഞ്ഞതുമില്ല. പിഷാരടി ഇല്ലാത്ത ബഡായി ബംഗ്ലാവ് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന തരത്തിലുള്ള ട്രോളുകൾ പിന്നീട് ചറപറ പ്രവഹിക്കാനും തുടങ്ങി. പൈസ കൂട്ടി ചോദിച്ചതോടെ പിഷാരടിയെ ചാനലുകാർ ഒഴിവാക്കിയതാണെന്നായിരുന്നു ചില അഭ്യൂഹങ്ങൾ. എന്നാൽ മറ്റൊരു അവതാരകനായ മുകേഷുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പിഷാരടി പിന്മാറുകയാണെന്നും ഗോസിപ്പുകൾ വന്നു. എന്നാൽ പിഷാരടി ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. 40 ദിവസത്തെ പരിപാടിക്കായി പോയതാണ്. പോകും മുമ്പ് 4 എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടെയാണ് പുലിമുരുകൻ റിലീസാകുന്നതും ചിത്രം സൂപ്പർ ഹിറ്റായി മാറുന്നതും. യാദൃശ്ചികമായി മോഹൻലാലിനെ അതിഥിയായി ലഭിക്കുകയും ചെയ്തു. ഇതോടെ പിഷാരടിയുടെ അഭാവത്തിലും പരിപാടി ചിത്രീകരിക്കുകയായിരുന്നു. പുലിമുരുകൻ തിയേറ്ററുകളിൽ നിന്നും മാറുന്നതിന് മുമ്പേ പരിപാടി സംപ്രേഷണം ചെയ്തിട്ട് കാര്യമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പിഷാരടി ഇല്ലാത്ത എപ്പിസോഡ് സംപ്രേഷണം ചെയ്യേണ്ടി വന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.